അധ്യായം 90. അൽ ബലദ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 20. ഒന്നാം സൂക്തത്തിലെ ഈ നാട് എന്നർത്ഥം വരുന്ന അൽ ബലദ് എന്ന പദം തന്നെയാണ് അധ്യായത്തിന്റെ പേരായി സ്വീകരിച്ചത്. മക്കയാണ് ഉദ്ദേശ്യം. മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച് ശത്രുക്കൾ മർദ്ദനമാരംഭിച്ച കാലത്ത് അവതീർണമായി. തങ്ങളുടെ വിശ്വാസങ്ങൾ അംഗീകരിക്കാത്ത മുഹമ്മദ് നബിയെയും അനുയായികളെയും ദ്രോഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന കാഴ്ചപ്പാടാണ് മക്കാനിവാസികൾക്കുണ്ടായിരുന്നത്. അതിലേക്ക് സൂചന നൽകിയാണ് തുടക്കം. പിന്നീട് മനുഷ്യന് ലഭിച്ച ദിവ്യാനുഗ്രഹങ്ങളിൽ ചിലതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഏറ്റവും പുണ്യകരമായ കാര്യങ്ങൾ ഏതെന്ന് ഊന്നിപ്പറയുന്നു. അത് സ്വീകരിക്കുന്നവരുടെയും നിരാകരിക്കുന്നവരുടെയും പരിണതി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയല്ല ഈ മക്ക നഗരം സാക്ഷി. നീ ഈ നഗരത്തിൽ താമസിക്കുന്നവനല്ലോ. ജനയിതാവും അവൻ ജന്മമേകിയതും സാക്ഷി. നിശ്ചയം നാം മനുഷ്യനെ സൃഷ്ടിച്ചത് ക്ലേശമനുഭവിക്കുന്നവനായാണ്. തന്നെ പിടികൂടാൻ ആർക്കും കഴിയില്ലെന്നാണോ അവൻ കരുതുന്നത്? അവൻ അവകാശപ്പെട്ടു താൻ ധാരാളം ധനം തുലച്ചെന്ന്. അവൻ കരുതുന്നുവോ അവനെ ആരും കാണുന്നില്ലെന്ന്? അവന് നാം കണ്ണിണകൾ നൽകിയില്ലേ? നാവും ചുണ്ടിണകളും തെളിഞ്ഞ 2 വഴികൾ നാം അവന് കാണിച്ചുകൊടുത്തില്ലേ? എന്നിട്ടും അവൻ മലമ്പാത താണ്ടിക്കടന്നില്ല. മലമ്പാത എന്തെന്ന് നിനക്കെന്തറിയാം? അത് അടിമയുടെ മോചനമാണ്, അല്ലെങ്കിൽ കൊടും വറുതിനാളിലെ അന്നദാനം, അടുത്ത ബന്ധുവായ അനാഥയ്ക്ക്, അല്ലെങ്കിൽ പട്ടിണിക്കാരനായ മണ്ണുപുരണ്ട അഗതിക്ക്. പിന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമയും കാരുണ്യവും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരിൽ ഉൾപ്പെടലുമാണ്. അവർ തന്നെയാണ് വലതുപക്ഷക്കാർ. നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവരോ അവർ ഇടതുപക്ഷക്കാരും. അവർക്കുമേൽ മൂടപ്പെട്ട നരകമുണ്ട്.